നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ആയുർവേദത്തിൽ വർണ്ണ്യ മേധ്യഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഔഷധമാണ് യഷ്ടിമധു അല്ലെങ്കിൽ ഇരട്ടി മധുരം, ലിക്വറൈസ് എന്ന് പറയും. ഇതൊക്കെ തന്നെ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും എന്നുള്ളതുപോലെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ ടോൺ എൻഹാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോബ്ലംസിനെ എല്ലാം ഇല്ലാതാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മാർഗമാണ് കേട്ടോ. അത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും മുൻപ്. പക്ഷേ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം, എന്തെല്ലാം ഗുണങ്ങളാണ് സ്കിന്നിൽ തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഈ യഷ്ടിമധു എന്നുള്ളത് ഒരു സൗന്ദര്യവർദ്ധക ഹെർബായിട്ട് മാത്രം ഇതിനെ കണക്കാക്കണ്ട, ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങൾ കൂടെ ഉണ്ട്. ഇഷ്ടിമധുകസ്യ ചൂർണം മേദ്യാനി ചൈതാനി രസായനി എന്നുള്ളത് ചരക സംഹിതയിലെ ചികിത്സാ സ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇഷ്ടിമധു എന്നുള്ളത് ഈ ചൂർണം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കണ്ണിൻ്റെ ഐസൈറ്റ് അല്ലെങ്കിൽ കാഴ്ച, വിഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാഴ്ച മങ്ങി തുടങ്ങാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് മേധ്യഗണത്തിൽ ഇൻ്റലക്ച്വൽ പവർ അല്ലെങ്കിൽ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മളിത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയും സ്ട്രോങ് ആക്കി വെക്കാനും ഒക്കെ തന്നെ ഇതിനൊരു പ്രത്യേക കഴിവ് കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെഫറൻസ് പറയുന്നത് ഇതുപോലെ എല്ലാത്തിനും ഉപകരിക്കുന്നതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയം വരും, എന്നാൽ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ, വെറും ഇരട്ടി മധുരം കഴിച്ചാൽ പോരെ എന്നുള്ള അത്തരം തമാശ രൂപേണയുള്ള കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റെഫറൻസ് പറയുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ മുൻപ് കാലത്തെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ശ്ലോകം റെഫറൻസോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇഷ്ടി ഹിമ ഗുരു സ്വാതി ചക്ഷുക്ഷ്യ ബലവർണ്ണകൃത്, അതായത് നമ്മുടെ ശരീരബലം കൂട്ടാനും ശരീരത്തിൻ്റെ വർണ്ണം, നിറം വർദ്ധിപ്പിക്കാനും സ്വരമാധുര്യത്തിനും നല്ല സ്വരശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. പാട്ടുകാർക്കൊക്കെ തന്നെയോ അല്ലെങ്കിൽ തൊണ്ടടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് സോർ ത്രോട്ട്, തൊണ്ടവേദന ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ തൊണ്ടയിൽ കിച്ച് കിച്ച് എന്ന് പറയില്ലേ, അങ്ങനെ സംസാരിക്കാൻ സൗണ്ട് മുഴുവനായിട്ട് പുറത്തേക്ക് വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അല്പം തേനും കൂടെ ചാലിച്ച് കഴിക്കാം കേട്ടോ. ഇനി അത് മാത്രമല്ല, ഇത് നമുക്ക് ഒരു അലർജീനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതായത് റൈനൈറ്റിസ്, മൂക്കൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ എക്സ്പെക്ടറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കഫം ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സുസ്നിഗ്ധ ശുക്രല കേശ്യ സ്വര്യ പിത്ത അനിലസ്രജിത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പിത്തദോഷത്തെയൊക്കെ തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇത് നല്ലൊരു കൂളൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി ഹീറ്റ് കൂടിയിട്ടുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ കേശ്യമായിട്ടുള്ളതാണ്. കേശ്യം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അഴകിനും എല്ലാം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഹെയർ പാക്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആയുർവേദ ഔഷധം തന്നെയാണ് ഇഷ്ടിമധു അല്ലെങ്കിൽ ലിക്വറൈസ് എന്നുള്ളത്. എക്സിമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് തുടങ്ങിയിട്ടുള്ള സ്കിൻ കണ്ടീഷനിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. അതുപോലെ ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ചില കോമ്പൗണ്ട്സും ഇതിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെമൻ്റെ, ശുക്രത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശുക്രലയായിട്ടുള്ളതാണ് എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഗുണകരമായിട്ടുള്ള ഈ ഒരു ഇഷ്ടിമധു ചൂർണം അല്ലെങ്കിൽ ഇഷ്ടിമധു ചൂർണമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിൽ ചില മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കായിട്ട് ചെറിയ ചെറിയ കമ്പുകളായിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് ഉണക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം പൊടിപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതൊരു 2 ഗ്രാമിൽ മാക്സിമം 3 ഗ്രാമിൽ കൂടുതലൊന്നും കഴിക്കേണ്ടതില്ല. പിന്നെ എന്തായാലും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ
അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത്. പിന്നെ പ്രഗ്നൻസി കേസൊക്കെ ആണെങ്കിൽ നമ്മളത് ഒന്നും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട കേട്ടോ, അത് പലപ്പോഴും നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ അല്ലാത്ത കണ്ടീഷനിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തും. അതുപോലെ നല്ലൊരു മേധ്യരസായനിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു 2 ഗ്രാം ഈ ലിക്വറൈസ് പൗഡറും അതിലേക്ക് ഒരു 1/2 കപ്പ് ല്യൂക്ക് വോം മിൽക്ക്, ചെറു ചൂടുള്ള പാല്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. ഇത് ഒരു നമ്മുടെ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ തന്നെ മേധ്യരസായന ഗണത്തിൽ നമുക്കിതിനെ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഫേസിലേക്ക് ഉപയോഗിക്കുമ്പോഴോ നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം, പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ കണ്ടീഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു നല്ലൊരു വർണ്യഗണത്തിൽ പെടുന്നതാണ് എന്നുള്ളത് കൊണ്ട് സ്കിന്നിൻ്റെ കളർ എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ ആ പാടുകളൊക്കെ മായ്ക്കാനും കൂടെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ പല അല്ലെങ്കിൽ പല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട്. അത് ഓരോ സ്കിൻ ടൈപ്പിനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചൊക്കെ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. എങ്കിലും കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല റെഡ് സാൻഡിൽ രക്തചന്ദനത്തിൻ്റെ പൊടി നല്ലത് കിട്ടുവാണെങ്കിൽ മാത്രം അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ വളരെ നല്ല മാറ്റം കാണാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ചിക്കൻ ബോക്സ് പോലുള്ള മാറാത്ത കലകളൊക്കെ ഉണ്ടല്ലോ, അതുവരെ പോവാൻ നല്ലതാണ്. ഇനി രക്തചന്ദന പൊടിയൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു തടിക്കഷ്ണം കിട്ടാൻ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ പൗഡർ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് സംശയമാണ്. ലിക്വറൈസ് പൗഡർ മാത്രം അല്പം വെള്ളത്തിൽ കുഴച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ വളരെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചപ്പാലിൽ, തിളപ്പിക്കാത്ത പാലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ തന്നെ ഡെയിലി ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. സ്കിന്നിന് ഒരു ദോഷവും ഇല്ല. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ തന്നെ ചെയ്തിട്ട് പിന്നെ ഒരു കുങ്കുമാതി ഓയിൽ കൊണ്ട് ഒരു മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടറിലോ നമുക്ക് മാച്ച് ആവുന്ന ഏത് ഇൻഗ്രീഡിയൻറ്റിൽ വേണമെങ്കിലും ലിക്വിഡ് ഫോമിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഗുണങ്ങളൊക്കെയുള്ള ഈ ഒരു ഇരട്ടി മധുരം പലപ്പോഴും ആയുർവേദ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോഴോ അല്ല മറ്റുള്ള കോസ്മെറ്റിക്സിലും ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗപ്പെടുത്താറുണ്ട്, ഇതിൻ്റെ എക്സ്ട്രാക്റ്റുകളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വളരെ ഈസി ആയിട്ട് നമ്മുടെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണിത്. അപ്പം നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വാങ്ങി പൊടിപ്പിച്ചെടുക്കാവുന്നതുമാണ്. പിന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ചില പാലുണ്ണി പോലുള്ള ചെറിയ ചെറിയ ടാഗുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ തുടക്കത്തിൽ തന്നെ വരുമ്പം കളയാൻ നല്ലതാണ് കേട്ടോ. ആ ഭാഗങ്ങളിൽ തേനും ചേർത്ത് ചാലിച്ചിട്ട് അപ്ലൈ ചെയ്തിടുന്നത് നല്ലതാണ്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള സ്കിൻ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനും നമ്മൾ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒന്നുകൂടി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.